കർക്കിടക മാസമൊക്കെ ആകുമ്പോഴേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു അവൽ വിളയിച്ചതിൻ്റെ റെസിപ്പിയാണ്. ഇത് വെറുതെ അവൽ വിളയിക്കുമല്ല, നമ്മൾ ഇതിനകത്തോട്ട് ധാരാളം കറുത്ത എള്ള് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് പ്രതിരോധ ശേഷിക്കും ഒത്തിരി നല്ലതാണ്. ഇപ്പം നമ്മളിത് ഒരു ടിന്നിലാക്കി മാറ്റി വയ്ക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ആവശ്യാനുസരണം 1-2 സ്പൂൺ ഡെയിലി കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ സ്നാക്സ് ആയിട്ട് നമ്മൾ അവലൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് എള്ളൊക്കെ ചേർത്തൊന്ന് കൊടുക്കണം. അപ്പം ഞാൻ കുറച്ച് എള്ളെടുത്തിട്ടുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കിയതാണ്. ഇപ്പോൾ വെയിലില്ലാത്തതുകൊണ്ട് ഞാനൊരു പാനിലേക്ക് ഇട്ട് നല്ലവണ്ണം വറുത്തെടുക്കുവാണ്. ഇത് പൊട്ടാൻ തുടങ്ങും. ആ സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതേ പാനിലേക്ക് നമ്മളൊരു 3 കപ്പ് അളവിൽ അവലെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് ഞാനിവിടെ ശർക്കര പാനിയാക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് പാനിയായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇവിടെ മറ്റൊരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മളെടുക്കുന്ന അവലിനനുസരിച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഏകദേശം 2 ടേബിൾ സ്പൂണായിട്ടും ചേർത്ത് കൊടുക്കണേ. അതിലേക്ക് കുറച്ച് ബദാം ഗ്രേറ്റ് ചെയ്തത് ചേർക്കാം. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആക്കി എടുക്കാം. സമയത്ത് നമ്മുടെ കിസ്മിസോ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് പൊട്ടുകടലയും കൂടെ ചേർക്കുവാണേ. ഇതിലേക്ക് ഡെയിലി ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ട്, അതൊരു കപ്പ് ചേർക്കുവാണ്. ഇപ്പം ഉണങ്ങിയതായതുകൊണ്ട് അധികം ഫ്രൈ ചെയ്യേണ്ട. ഇനി നമ്മൾ സാധാരണ തേങ്ങയാണെങ്കിൽ, പച്ചത്തേങ്ങയാണെങ്കിൽ അതിൻ്റെ ആ ജലാംശം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാൻ ഇതിലേക്കൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന അവൽ ചേർക്കാം. 1 കപ്പ് അവലിന് 1 കപ്പ് എള്ളെന്ന കണക്കിലാണ് ഞാൻ ചേർക്കുന്നത്. ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂട്ടത്തിൽ തന്നെ കുറച്ച് ഏലക്ക പഞ്ചസാര ചേർത്തൊന്ന് മിക്സി പൊടിച്ചെടുത്തതാണ് ഇവിടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ലവണ്ണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ അവലും എള്ളും കൂടെ വിളയിച്ചത്. അവൽ നനയ്ക്കുന്ന സമയത്ത് കുട്ടികൾക്ക് നിർബന്ധമായിട്ടും ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ഒത്തിരി പ്രതിരോധശേഷി കിട്ടും. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും എള്ളിൻ്റെ ഗുണം നമുക്കറിയാമല്ലോ. അപ്പം ഇങ്ങനെയൊന്നും ഇതിന് ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല കേട്ടോ. എള്ള ചേർത്തിട്ടുണ്ടെങ്കിൽ വറുത്തൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ്, നല്ല മധുരം ഉണ്ടല്ലോ. അപ്പോൾ അവലിൻ്റെ കൂടെ ആകുമ്പോൾ അറിയില്ല, നല്ല ടേസ്റ്റായിട്ട് തന്നെ കഴിക്കാം.